പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരും. സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്ന് പ്രതികൾ പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നാണ് വിവരം. 4 വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ആണ് ചേരുന്നത്. സുബി, ആദ്യം ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതികളുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? മറ്റാരുടെയെങ്കിലുമൊക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഉണ്ടോ? അഭിലാഷ്, പ്രതികളെ ഈ പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൃത്യമായി പറഞ്ഞാൽ സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പാണ് ഈ പ്രതികളുടെ അതിക്രമത്തിന് കാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർഷക സമരം, അതുപോലെ മണിപ്പൂർ കലാപം, വിലക്കയറ്റം എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഈ പ്രതികൾക്കിടയിലുണ്ട്. അതാണ് ഇവരെ ഇത്തരത്തിൽ ഒരു അതിക്രമത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിച്ച മൊഴിയെടുക്കലിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിൽ 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഈ വിശാൽ ശർമ്മയെയും ഭാര്യയെയുമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും മുഖ്യ പങ്കാളിയായിരുന്നത് ലളിത് ഷായാണ്. ഈ ലളിത് ഷാ ഇന്നലെ ആക്രമണം നടക്കുമ്പോൾ പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ലളിത് ഷാ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ കൂടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ഇയാളെ കണ്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ ഡൽഹി സ്പെഷ്യൽ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതികൾക്കെതിരെ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഗൂഢാലോചന, അതിക്രമിച്ചു കയറൽ, പ്രകോപനം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, അതോടൊപ്പം ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നലെ തന്നെ പ്രതിപക്ഷം വിഷയത്തെ സഭയിൽ ഉയർത്തിക്കാണിച്ചിരുന്നു. രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയ പശ്ചാത്തലമുണ്ട്. രാഷ്ട്രപതിയെ അടക്കം ഈ വിഷയത്തിൽ കാണാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നിപ്പോൾ ഏത് നിലയിലുള്ള ഒരു പ്രതിഷേധം ആയിരിക്കും പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുക? എങ്ങനെയാണ് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? പാർലമെന്റിനെതിരായ അതിക്രമത്തെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇന്നലെ തന്നെ വിമർശനവുമായി MP-മാർ രംഗത്ത് വന്നിരുന്നു. ഇന്ന് ഇതിൽ കൂടുതൽ വിമർശനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു വ്യക്തത വരിക. ഏത് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം, അതിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലാണ് തീരുമാനിക്കുക. ഏതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പാർലമെന്റിൽ ഇറക്കണം എന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് ഈ അമിത്ഷാ രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ. ഏതായാലും മറ്റൊരു അന്വേഷണം വേണമോ, അതോ ഈ സ്പെഷ്യൽ സെൽ അന്വേഷണം മതിയോ, ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം മതിയോ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ, മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഇതുമായി കൊണ്ടുവരണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇവർ പാർലമെന്റിലേക്ക് വരിക. ഏതായാലും ലോക്സഭ ഇന്ന് 11 മണിക്ക് ചേരും. പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അഭിലാഷ്, ഒപ്പം ഇതിപ്പോൾ BJP MP-യുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ സഭയ്ക്കകത്ത് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം തേടിയിട്ടുണ്ടോ? ഇത്തരം പാസ് നൽകുമ്പോഴടക്കം പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണല്ലോ ചട്ടം. തീർച്ചയായും BJP MP മൈസൂരിൽ നിന്നുള്ള പ്രതാപ് സിംഹയുടെ നിന്നുള്ള പാസ് നേടിക്കൊണ്ടാണ് ഈ പ്രതികൾ ഇവിടെ സന്ദർശക ഗാലറിയിൽ എത്തിയത്. സന്ദർശക ഗാലറിയിൽ 45 മിനിറ്റ് ഇരിക്കാനുള്ള സമയമാണ് ഈ പ്രതികൾക്ക് അനുവദിച്ചിരുന്നത്. ഈ സന്ദർശകരായി എത്തിയപ്പോൾ അനുവദിച്ചിരുന്നത്.
അടച്ചിരുന്നത്. എന്നാൽ അതിനുശേഷവും പ്രതികൾ അവിടെ തുടർന്നിരുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് ഈ പ്രതികൾക്ക് ഇവിടെ ഇരിക്കാൻ ഒരു അവസരം ലഭിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്ന കാര്യം ഉണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഇന്നലെ രാത്രി തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷായോടും ലോക്സഭാ സെക്രട്ടറിയോടും കാര്യങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ അതിക്രമം നടക്കുമ്പോൾ ഇരുവരും, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ സഭയിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു സുരക്ഷാ വാതിലിലൂടെയാണ് രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് എത്തിക്കുകയും ചെയ്തത്. ഏതായാലും രാജ്യചരിത്രത്തിൽ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ BJP ഇപ്പോൾ പ്രതിരോധത്തിലാണ് എന്നുകൂടെ പറയാം. പ്രത്യേകിച്ചും ഈ മഹുവ മൊയ്ത്രയുടെ കാര്യത്തിൽ രാജ്യസുരക്ഷയെ മുൻനിർത്തിയായിരുന്നു മഹുവ മൊയ്ത്രയെ പുറത്താക്കിയത്. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ പ്രതാപ് സിംഹയെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് ലോക്സഭ ചേരുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുക എന്ന് അല്പസമയത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അഭിലാഷ്, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുമ്പോൾ തന്നെ നിലവിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും ഉയരുകയാണല്ലോ. അതായത് ഇപ്പോൾ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആണ് ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടായത്, പ്രതിഷേധം ഉണ്ടായത്. അവിടെ ലോക്സഭാ അംഗങ്ങളുടെ ഇടയിലേക്ക് ഗാലറിയിൽ നിന്ന് എടുത്തു ചാടിയാണ് പ്രതിഷേധിച്ചത്. ഈ ഗാലറിയിൽ ഗ്ലാസ് അടക്കം ഏർപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലേക്ക് കയറുന്നതിൽ നിന്ന് സന്ദർശകരെ വിലക്കുന്ന സംവിധാനങ്ങളടക്കം സുരക്ഷാ നടപടികൾ ശക്തമാക്കുവാനുള്ള തീരുമാനമുണ്ട്. മറ്റെന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ? സുരക്ഷാ വീഴ്ച വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നോക്കിക്കാണുന്നത്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്ന് ഈ മണിക്കൂറുകൾക്ക് ശേഷവും വിലയിരുത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു ഭീകരാക്രമണമായിരുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു MP-യുടെ പാസ് നേടിക്കൊണ്ട് വന്നെത്തി വലിയ തോതിൽ ഒരു വിഭ്രാന്തി ജനിപ്പിക്കുന്ന, ഒരു ബഹളമുണ്ടാക്കുന്ന, ഒരു വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചു എന്നതിനെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ്, എന്തെല്ലാം സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ചു എന്നൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ചും ഈ ലോക്സഭാ സെക്രട്ടറി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, പാർലമെന്റ് അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ ഉൾപ്പെടെ ശക്തമാക്കുവാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പാർലമെന്റിലെ ഗാലറിയിൽ നിന്ന് ആളുകൾക്ക് പ്രതിഷേധവുമായി അംഗങ്ങൾക്ക് ഇടയിലേക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ ആയിരിക്കും ഗാലറി ക്രമീകരിക്കുക എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അടക്കമുള്ള ഇപ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രതിപക്ഷം രാഷ്ട്രപതിയെ കണ്ടേക്കും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ടോ? അത്തരം നീക്കമുണ്ടോ? അല്ല, 10 മണിക്ക് ശ്രീ രാജ്യസഭയിലെ പ്രതിപക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കക്ഷികളുടെ ഫ്ലോർ നേതാക്കന്മാരുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതിയെ കാണുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ആ ചർച്ച ഏതാണ്ട് 10:30 അവസാനിച്ചാൽ മാത്രമേ ഇതുമായി പാർലമെന്റ് ലോക്സഭയ്ക്കകത്തുണ്ടായ സംഭവവികാസങ്ങളിൽ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിനടക്കം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ. അത് അംഗീകരിക്കാനോ ഈ വിഷയം ചർച്ച ചെയ്യാനോ സ്പീക്കർ തയ്യാറാകും, അല്ലെങ്കിൽ സർക്കാർ തയ്യാറാകുമെന്ന് വിലയിരുത്താനാകുമോ? അല്ല, ഈ വിഷയത്തെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പാർലമെന്റ് അംഗങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ സഭയ്ക്കകത്തുണ്ടായ അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ്. ലോക്സഭ സ്പീക്കർ തയ്യാറാകേണ്ടതാണ്. അതൊരു മിനിമം ആവശ്യം മാത്രമാണ്. ഇത്തരം ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ സഭയിൽ ചർച്ച ചെയ്യണം. ചർച്ചയിൽ നിന്ന് ഗവൺമെന്റിന് ഓടാൻ പറ്റില്ല.
ഗവൺമെന്റ് ഈ കാര്യത്തിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിലും പാർലമെന്റിന്റെ സുരക്ഷയുടെ കാര്യത്തിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇന്നലെ തന്നെ എന്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം 2 മണിക്ക് സഭ പിരിഞ്ഞു. 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുകയാണ് ചെയ്തത്. ബിസിനസ്സിലേക്ക് പോസ്റ്റ് ഓഫീസ് അമെന്റ്മെന്റ് ബില്ലിന്റെ ചർച്ച ആരംഭിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്യാതെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോക്സഭയിലെ കക്ഷി നേതാക്കളുമായി ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ 2 മണിക്ക് സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാനാണ് ഗവൺമെന്റും സ്പീക്കറും ശ്രമിച്ചത്. പിന്നീട് ഞങ്ങൾ പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കിയതിന് ശേഷമാണ് സ്പീക്കർ ചെയറിൽ വന്നിട്ട് സഭാ നടപടികൾ 4 മണി വരെ നിർത്തിവെച്ചിട്ട് 4 മണിക്ക് ലോക്സഭയിലെ കക്ഷി നേതാക്കളുടെ യോഗം അദ്ദേഹം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്നലെ സഭ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നലെ ലോക്സഭയിലുണ്ടായ അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള കാര്യത്തിൽ തീരുമാനം വേണം, എന്ത് നടപടികളാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്, അല്ലെങ്കിൽ യോഗം വിളിക്കത്തില്ലായിരുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കാം ഈ സർക്കാർ ഇത്രമേൽ ലഘൂകരിച്ച് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് തോന്നുന്നത്? അല്ല, അതിപ്പോ പ്രതിപക്ഷ എംപിയുടെ ഒരു പാസുമായി ഇവർ അകത്ത് കയറി ഈ ബഹളങ്ങളും ഈ മഞ്ഞ പുകയും ഒക്കെ സൃഷ്ടിച്ചിരുന്നത് എങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്? മോദിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ മോദിക്കെതിരായിട്ടുള്ള ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് അവരുടെ PR വർക്കിലൂടെ എന്തെല്ലാം രാജ്യത്ത് പുകമറ സൃഷ്ടിക്കുമായിരുന്നു, എന്തെല്ലാം പ്രചരണം അവർ അഴിച്ചുവിടുമായിരുന്നു. അതിൽ എങ്ങനെ വോട്ട് സംഘടിപ്പിക്കാമെന്ന് അവരാലോചിക്കുമായിരുന്നു. ഇതിപ്പോ ഭാഗ്യത്തിന് പ്രതിപക്ഷ എംപിയുടെ പാസിലല്ലല്ലോ അകത്ത് കയറിയത്, BJP എംപിയുടെ പാസിലാണ് ഇവർ അകത്ത് കയറിയത്. അപ്പൊ സ്വാഭാവികമായും ഈ കാര്യത്തിൽ BJP എംപിയാണ് പ്രതിക്കൂട്ടിൽ. അവർ ഇതിനകത്ത് സമാനം പറയേണ്ടതുണ്ട്. അപ്പൊ അത് ചർച്ച നടക്കണം. ചർച്ച നടന്ന് ഏത് സാഹചര്യത്തിലാണ് ഈ MP പാസ് കൊടുത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വിശദാംശങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചതിന്. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് ഈ വിഷയത്തെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഏത് നിലയിൽ അവതരിപ്പിക്കാനാണ് ശ്രമം? അല്ല, ഇന്നലെ പാർലമെന്റിൽ നടന്ന സംഭവത്തെ നിസാരവൽക്കരിക്കാനാണ് BJP ഗവൺമെന്റ് തയ്യാറാകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം ഇവര് കഴിഞ്ഞ കുറെ നാളുകളായി പ്ലാൻ ചെയ്തതാണ് ഈ ആക്രമണം എന്നുള്ളത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവര് പല സ്ഥലത്തുള്ള ആളുകൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിചയപ്പെട്ട് ഇവര് വളരെ ആസൂത്രിതമായിട്ടാണ് പാർലമെന്റിൽ എത്തിച്ചേർന്നതും പാസ് കരസ്ഥമാക്കിയതും അകത്ത് കയറിയതും. ഒരു BJP MP ആണ് ഈ പാസ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ആ MPയെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അവര് പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. കാര്യം ഈ ഗവൺമെന്റ് സ്റ്റാലിനെ പോലെ, ഹിറ്റ്ലറെ പോലെ, മുസോളിനെ പോലെ പ്രധാനമന്ത്രി ഒരു ഏകാധിപതിയാണെന്ന് അവർ പറഞ്ഞ 100% ശരിയാണ്. കർഷകരോട് ഈ ഗവൺമെന്റ് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്, അതും ശരിയാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിന് എത്രയോ വേദികളുണ്ട് പ്രതികരിക്കാൻ. പാർലമെന്റ് മാർച്ച് നടത്താം, പാർലമെന്റിനകത്ത് കയറിയിട്ട് വേണോ പ്രതിഷേധിക്കാൻ. അപ്പൊ അത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യം അല്ല. കാരണം നമ്മുടെ 2001 നടന്ന പാർലമെന്റ് അറ്റാക്ക്, ആ അറ്റാക്ക് നടന്ന ദിവസം തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഖലിസ്ഥാൻ തീവ്രവാദിയായ പന്ന 13-ാം തീയതിക്കകത്ത് പാർലമെന്റിന്റെ അടിത്തറ ഇളക്കുന്ന സ്ഫോടനം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും അതിനെ പുല്ലുപോലും മൈൻഡ് ചെയ്യാതല്ലേ ഇന്നലെ ഈ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിസ്സാരവൽക്കരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇന്ന് പാർലമെന്റ് ശബ്ദായമാനമാകും. ഗവൺമെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകും. കാരണം MPമാർക്ക് പാർലമെന്റിനകത്ത് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പുറത്തോ രക്ഷയില്ല, അത് നമുക്ക് സഹിക്കാം. അകത്തും സുരക്ഷിതമല്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്നലെ അകത്ത് വന്ന ആളുകളുടെ കയ്യില് എന്തെങ്കിലും വിഷദ്രാവകമാണ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കാഷ്വാലിറ്റിയാണ് പാർലമെന്റിൽ ഉണ്ടാകുന്നത്. വളരെ ഗൗരവമുള്ള ഒരു സംഭവത്തെ ഒരു BJP അംഗമായതുകൊണ്ട് ലഘൂകരിക്കാൻ അവർ ശ്രമിക്കുന്നു. നേരെ മറിച്ച്
ഒരു കോൺഗ്രസിന്റെ എംപിയോ ഒരു മുസ്ലിം എംപിയോ ആണ് ഇന്നലെ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഈ പാസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇന്ത്യ ആളി കത്തിക്കത്തില്ലേ BJP-ക്കാർ, സംഘപരിവാർക്കാർ, RSSകാർ. അപ്പൊ ഇതിനെ നിസ്സാരവൽക്കരിക്കേണ്ട സംഭവമല്ല. എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു പരാതി കൊടുത്ത BJP-ക്കാരൻ, ആ പരാതി അടിസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിൽ ഏറ്റവും നല്ല MP ആയ മൊയ്ത്രയെ പുറത്താക്കിയ ഈ പാർലമെന്റ് ഈ MP-യുടെ പേരിൽ നടപടിയെടുത്ത് അയാളെ പുറത്താക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത്തരം ആക്രമണം നടന്നത്. ഇതിപ്പോൾ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നുള്ളതാണല്ലോ ആവശ്യം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന, പ്രതികരണം അതുണ്ടാകുന്നത് വരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്നാണോ? തീർച്ചയായിട്ടും. അതിപ്പോ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേരുന്നുണ്ട്. ചേർന്ന് കഴിഞ്ഞ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം അക്ഷരം പ്രതി പാർലമെന്റിൽ ഞങ്ങൾ നടപ്പിലാക്കും. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചതിന്. അശ്വിനി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിനി, പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം ഈ വിഷയം ചർച്ച ചെയ്യണം, ഈ വിഷയത്തിന്മേൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകണം, പ്രസ്താവന ഉണ്ടാകണമെന്നാണ്. ഇന്നലെ തന്നെ ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടാകുന്നു, സഭാ നടപടികൾ നിർത്തിവെക്കുന്നു, പിന്നീട് സഭാ നടപടികൾ പുനരാരംഭിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ചെയറിന്റെ നീക്കം. ആദിർ രഞ്ജൻ ചൗധരി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സ്പീക്കർ അത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അത്തരമൊരു പ്രസ്താവന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. കാരണം ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച, അതും പാർലമെന്റിൽ സമ്മേളനം നടക്കുന്നതിനിടെ ഉണ്ടായ ഒരു സുരക്ഷാ വീഴ്ച, അതിൽ സർക്കാരിന്റെ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും വിവിധ പ്രതിപക്ഷ MP-മാർ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം നൽകിയിട്ടുള്ളത്. KC വേണുഗോപാൽ, ജെബി മേത്ര അടക്കമുള്ളവർ രാജ്യസഭയിലും, ഹൈബി ഈഡൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരും അതുപോലെ തന്നെയുള്ളവരും എല്ലാം ലോക്സഭയിലും ഒക്കെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ അമിത്ഷാ അടക്കം ആരെങ്കിലും ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രിമാർ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കാരണം ഇന്നലെ തന്നെ സ്പീക്കറുടെ നിലപാടും അത്തരത്തിലായിരുന്നു. സഭയ്ക്കുള്ളിലല്ല, സഭാ സമ്മേളനം അവസാനിച്ച ശേഷം ഇതിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ ചർച്ചയാകാം എന്ന തരത്തിലായിരുന്നു സ്പീക്കറുടെ അടക്കം ഒരു പ്രതികരണം ഉണ്ടായത്. ഇതിൽ നമ്മൾ പാർലമെന്റിന്റെ നടപടികൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഇതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ അറസ്റ്റിലായ ആളുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നീലം കൗർ എന്നായിരുന്നു നമ്മൾ ഇന്നലെ ആദ്യമേ പേര് കൊടുത്തിരുന്നത്. എന്നാൽ അത് നീലം ദേവിയാണ്. നീലം ദേവി എന്നാണ് ഇപ്പോൾ അവരുടെ പേരെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. നീലം ദേവി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ പ്രതിഷേധങ്ങളിലൊക്കെ സ്ഥിരം പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവർ ഹരിയാനയിൽ നടന്ന കിസാൻ, അതായത് കർഷകരുടെ പ്രതിഷേധത്തിലടക്കം പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വർഷം മെയ്യിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും ജന്തർ മന്ദറിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും ഇവർ പങ്കെടുത്തിരുന്നു. അതിലും ഇവർ കസ്റ്റഡിയിലായിരുന്നു, അറസ്റ്റിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല ഒരു നീലം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായത്, കർഷക നിയമങ്ങളിലടക്കം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് എതിരെ പ്രവർത്തിച്ചിട്ട ആളാണ് നീലം ദേവി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവരുടെ എല്ലാം ഒരു മുഖ്യമായ ഒരു ആസൂത്രകൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫസർ ഛായ് എന്ന ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും ഡൽഹി പോലീസ് പുറത്തുവിടുന്നില്ല. ഇവർക്കെതിരെ UAPയും അതുപോലെ തന്നെ IPCയുടെ വിവിധ വകുപ്പുകളും പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളൊക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന എന്നീ കുറ്റങ്ങളും ഒക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അഭിലാഷ്, ഒപ്പം അന്വേഷണം ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്?
നിലവിൽ ഇന്നലെ നാല് പേരെ പ്രധാനമായും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അഞ്ചാമതൊരാളെ വിക്കി എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റും ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ NIA ഇതിൽ ഇടപെട്ടേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം UAPA അടക്കം ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് NIA ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ATS ഒക്കെ തന്നെ ഇന്നലെ തന്നെ ഡൽഹിയുടെയും അതുപോലെ തന്നെ ബോംബെയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ATSും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെടുകയുണ്ടായി. മറ്റേതെങ്കിലും ഏജൻസികൾ ഇതിൽ അന്വേഷണത്തിന് തയ്യാറെടുക്കും അല്ലെങ്കിൽ അവർ അന്വേഷണത്തിന് ഭാഗമാകൂ എന്നുള്ളതിൽ തീരുമാനമായിട്ടില്ല. ഇതെല്ലാം ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഡൽഹിയിൽ നടന്ന സംഭവമാണ്. ഡൽഹിയുടെ ആഭ്യന്തര സുരക്ഷ ഡൽഹി പോലീസിനെ അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇതെല്ലാം അവസാനം എത്തി നിൽക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അഭിലാഷ്, പാർലമെന്റ് അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കും. അതേസമയം പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം തുടരുക തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുബിയും അശ്വിനിയും നൽകിയത്.